സുഹൃത്തുക്കളെ, അങ്ങനെ UDF അധികാരത്തിൽ കയറി 48 മണിക്കൂർ കഴിയുമ്പോഴേക്കും ദളിത് വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആളുകളെ തല്ലുന്ന അവസ്ഥയിലേക്ക്, അവരെ കുടിയിറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൽ പോലീസ് രാജ്യം നടന്നിരിക്കുന്നു. UDFന്റെ, നമ്മുടെ ബഹുമാനപ്പെട്ട VD സതീശിന്റെ പോലീസ്, രമേശ് ചെന്നിത്തലയുടെ പോലീസ് മുറ നടന്നിരിക്കുന്നു. ആ പോലീസ് മുറ നടന്നപ്പോഴേക്ക് ആ ജനങ്ങൾക്കിടയിലേക്ക് PV ശ്രീനിജൻ എന്ന് പറയുന്ന മുൻ MLA അവിടേക്ക് എത്തുന്നു. CPM-കാരൻ, കമ്മ്യൂണിസ്റ്റുകാരൻ ശ്രീനിജൻ അവിടേക്ക് എത്തുന്നു. ഇനി നിങ്ങൾ കാണണം, നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ പ്രതിരോധിച്ചു നിന്നത് പതിനാല് തവണ അവിടേക്ക് ഇതേ പോലീസുകാർ വന്നപ്പോൾ ഇതേ MLA-യുടെ, ഈ പഴയ MLA-യുടെ നേതൃത്വത്തിലാണ് അവിടെ പ്രതിരോധിച്ചു നിന്നത്. ആ ശ്രീനിജൻ ഈ സമരമുഖത്തേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള ദളിതർ ആ മനുഷ്യന് ചുറ്റും കൂടി നിന്ന് കരഞ്ഞുകൊണ്ട് വേവലാതിയോടെ പറയുകയാണ്, മോനെ ഞങ്ങളെ തല്ലി മോനെ, വീട്ടിൽ കയറി തല്ലി മോനെ, ഇന്നയാളെ തല്ലി മോനെ, വെയ്യ മോനെ എന്ന് പറഞ്ഞ് കരയുന്ന ദളിതരായിട്ടുള്ള പാവങ്ങളെ നിങ്ങൾ കാണൂ. ഇതിനവസാനം നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു സംഗതി കൂടി എനിക്ക് പറയാനുണ്ട്. അത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്, കേൾക്കണം. പോലീസ് എന്താ ചെയ്തേന്നാ ചോദിക്കുന്നേ ആ സഖാവ്. ഞങ്ങളെ തല്ലി മോനെ എന്നാ പറയുന്നേ, ഞങ്ങളെ തല്ലി സഖാവ് എന്നൊന്ന് അവർക്ക് വിളിക്കും. ഞങ്ങളെ തല്ലി മോനെ, ഞങ്ങളെ തല്ലി എന്നാ പറയുന്നത്, മോനെ. അപ്പൊ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ട് ആ മനുഷ്യൻ, അവരോടൊന്ന് ആലോചിച്ച് നോക്കി. ആ സഖാവ് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ട്, അതല്ല മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞിട്ടില്ല, കാണ്. അവർ സീല് വെച്ച് പോയി, അവർ നോട്ടീസ് ഒട്ടിച്ചു പോയി എന്ന് പറയുന്ന ഒരു ഭീകരമായ അവസ്ഥയാണ്. എത്രയോ കാലമായി താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് ആ രാത്രിക്ക് രാത്രി ഇറങ്ങണം എന്ന് പറയുന്ന ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ തങ്ങളെ സംരക്ഷിക്കാൻ, തങ്ങളെ നോക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള ഒരു ആലോചനയിലേക്ക് എത്തുമ്പോഴുള്ള കരച്ചിലാണ്, വിങ്ങലാണ്. പ്രായം ചെന്നവരാണ്, ചെറുപ്പക്കാരനായിട്ടുള്ള ആ ഒരു മനുഷ്യന് മുമ്പിൽ നിന്ന് കരയുന്നത്, അല്ലേ? കരച്ചിലുകൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കേൾക്കാതിരുന്ന കരച്ചിലുകൾ. കഴിഞ്ഞ 10 വർഷം ഇങ്ങനത്തെ ഒരു കരച്ചിൽ നമ്മൾ കേട്ടിട്ടില്ല. പിണറായി വിജയൻ കാലഘട്ടത്തില് ഇങ്ങനെ കരയുന്ന ഒരു ദൃശ്യം നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. വയനാട് ദുരന്തം സംഭവിച്ചപ്പോഴും ആ കരച്ചിൽ അടക്കാൻ വേണ്ടിയിട്ട്, ആ കരച്ചിൽ തോർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ടത്, അല്ലേ? ഇനി ഞാൻ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ടെന്ന് പറഞ്ഞത് ഒരു ഫോട്ടോയാണ്. ഇതാണ് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയുള്ള ഫോട്ടോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കട്ടെ. ഇതാരെന്നറിയാവോ? ഒരു കോൺഗ്രസ് നേതാവാണ്, നമ്മുടെ മന്ത്രിയാണ്. KA തുളസി ശ്രീകണ്ഠൻ എന്നാണ് നമ്മുടെ മന്ത്രിയുടെ പേര്. ഇദ്ദേഹം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. ഒന്നുകൂടി വായിക്കണോ? പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി. ഈ പട്ടികജാതി വിഭാഗം ആളുകളെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ തടുക്കുവാനോ അവരെ സംരക്ഷിക്കാനോ യാതൊരു ചുമതലയുമില്ലാത്ത ശ്രീനിജ് എന്ന് പറയുന്ന സഖാവ് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ചുമതല ഏറ്റിട്ടുള്ള KA തുളസി എന്ന് പറയുന്ന ആളെവിടെ? എവിടെയാ മന്ത്രി? പോലീസിനെ നരനായായിട്ട് അടക്കും. പട്ടികജാതി ഉന്നതിയിലുള്ള ജനങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസ് നരനായായിട്ട് നടത്തി. അവിടെ സ്ത്രീകളെ ഉപദ്രവിച്ചു, അടിച്ചു, വൃദ്ധന്മാരടിച്ചു, ഗർഭിണികളെ വലിച്ചഴിച്ചു, കുഞ്ഞുങ്ങളെ, അങ്ങനെ എത്രയോ. ഒരക്ഷരം മൂരിയാടി, ഒരക്ഷരം വന്നിട്ടുണ്ടോ? ഇതുവരെ വന്നിട്ടുണ്ടോ? ബൈ.